ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഇറാനിലെ പ്രക്ഷോഭത്തിൽ അമേരിക്ക ഇടപെടുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഖമേനിയുടെ മുന്നറിയിപ്പ്. സാമ്പത്തിക പ്രതിസന്ധിയും കുതിച്ചുയരുന്ന വിലക്കയറ്റവും മൂലം ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം ശക്തമായിരുന്നു. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ അക്രമമോ വെടിവെപ്പോ ഉണ്ടായ US അവരുടെ രക്ഷയ്ക്കെത്തും, അതിന് യാതൊരു സംശയവുമില്ല എന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ വ്യാപാരികൾ നടത്തുന്ന പ്രതിഷേധം ന്യായമാണെന്നും എന്നാൽ ശത്രുക്കൾ നുഴഞ്ഞുകയറി കലാപം സൃഷ്ടിച്ചാൽ നേരിടുമെന്നുമാണ് ട്രംപിന് മുന്നറിയിപ്പുമായി ഖമേനി രംഗത്തെത്തിയത്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി ആയത്തുള്ള അലി ഖമേനി അംഗീകരിക്കുന്നു. അതിനാൽ ഇപ്പോൾ നടക്കുന്ന സമരങ്ങളും സ്വാഭാവികം ന്യായവുമാണെന്നും ആയത്തുള്ള അലി വ്യക്തമാക്കുന്നു. പക്ഷേ പുതിയ സ്ഥിതിവിശേഷം ശത്രുക്കൾ സൃഷ്ടിച്ചെടുത്തതാണെന്നാണ് ആയത്തുള്ളയുടെ നിലപാട്. പ്രതിഷേധക്കാർക്കിടയിൽ ശത്രു ഏജന്റുമാർ നുഴഞ്ഞുകയറി കലാപം സൃഷ്ടിക്കുന്നുവെന്നും ഇത് അംഗീകരിക്കില്ലെന്നും ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അധ്വാനിക്കുകയാണെന്നും ഇതിന് ഒപ്പം നിൽക്കണമെന്നുമാണ് ആഹ്വാനം. വെനസ്വേലയുടെ സംഭവ വികാസങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ് ഈ പ്രതികരണം. ശത്രുക്കൾക്ക് കീഴടങ്ങില്ലെന്നും മുട്ടുകുത്തില്ലെന്നുമാണ് ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ്. ഇറാനുമേൽ വീണ്ടും അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് സമീപ ദിവസങ്ങളിൽ രൂക്ഷ പ്രതികരണമാണ് ഇറാൻ നേതാക്കൾ നടത്തുന്നത്. വെനസ്വേലയിലെ സംഭവ വികാസങ്ങൾ ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ശ്രദ്ധേയമാണ്. കൂടാതെ ഞായറാഴ്ച ടെഹ്റാനിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ മാർക്കറ്റിലാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. തലസ്ഥാനത്തെ സർവകലാശാലകളിലടക്കം പ്രതിഷേധം തുടർന്നു. ഇസ്ഫഹാൻ, യൂസ്ത്, സഞ്ജൻ തുടങ്ങിയ മറ്റു നഗരങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ഇറാന്റെ സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റസ ഫർസിൽ രാജിവെച്ചിരുന്നു. പകരം മുൻ സാമ്പത്തിക മന്ത്രി അബ്ദുൾ നാസർ ഹൊമദിയെ സ്ഥാനത്തേക്ക് നിയമിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തിരുന്നു. 2025 ഇറാന്റെ GDP 1.7%, 2026 2.8% കുറയുമെന്ന് ലോകബാങ്ക് പ്രവചിച്ചതോടെയാണ് സമ്പദ് വ്യവസ്ഥ നിലവിൽ മാന്ദ്യത്തിന്റെ ഭീഷണിയിലായത്. ഒക്ടോബറിൽ പണപ്പെരുപ്പം 40 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 48.6%-ലെത്തി. അതേസമയം തിങ്കളാഴ്ച ഡോളറിനെതിരായ റിയാലിന്റെ മൂല്യം 13,90,000 എന്ന പുതിയ റെക്കോർഡ് എന്ന നിലയിലേക്ക് താഴ്ന്നിരുന്നു. 2015 ഇറാന്റെ ആണവ പദ്ധതിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരം അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കിയ ആണവ കരാറിന്റെ സമയത്ത് ഇറാന്റെ കറൻസി ഡോളറിനെതിരെ 32,000 റിയാലായിരുന്നു വ്യാപാരം. 2018 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി അമേരിക്കയിൽ നിന്ന് പിൻവാങ്ങിയതിനെ തുടർന്നാണ് ആ കരാർ അവസാനിച്ചത്. ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനുമെതിരെ പ്രതിഷേധം ശക്തമാവുന്നതിനിടെ തലസ്ഥാനമായ ടെഹ്റാനിൽ 30 പേരെ കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിരുന്നു. പൊതുക്രമസമാധാനം തകർത്തു എന്നാരോപിച്ചായിരുന്നു നടപടി. പടിഞ്ഞാറൻ ടെഹ്റാനിലെ മലാഡ് ജില്ലയിൽ നിന്നായിരുന്നു 30 പേരെ പിടികൂടിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.